ഇതാരെ പെട്ടെന്നൊരു വരവ്. ഇപ്പൊ ഇവിടെ എന്താ കാര്യം? ബേസിലങ്കിളിനെ ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. അയ്യോ പാവം. എന്താന്നറിയാമോ? പെട്ടു. ഈ കാസ്റ്റിംഗ് കോള് വന്നേ, ഇടിയോ അടിയോ ഏതോ ഒരു പൊറോട്ടയുടെ ഒരു കാസ്റ്റിംഗ് കോള് ആഡ്ഷൂട്ട്. അത് ബേസിലങ്കിൾ ആ ഡയറക്റ്റ് ചെയ്യുന്നേന്ന് പറഞ്ഞേ. അപ്പൊ ഞങ്ങൾ ഓടി, ആ പെൺകുട്ടികൾ ഉള്ളതാണെന്നാണ് പറഞ്ഞേ, പെൺകുട്ടികളെ വേണമെന്ന്. എന്നിട്ട് ഞങ്ങൾ ഓടി വേറൊരാളുടെ റൂമിൽ പോയിട്ട് ഡെസ്കിന്റെ അടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പാത്തിരുന്നിട്ട്, എന്നിട്ട് ഞാൻ പൂച്ചയൊക്കെ മണക്കുന്ന പോലെ ഇങ്ങനെ മണത്തിട്ട് കഴിക്കുന്നേരം ക്ലോസ് വരെ ഞാൻ എടുത്തു കൊടുത്തു. അവസാനം ബോയ്സിനെ വേണമെന്ന് പറഞ്ഞു. ഓഡീഷൻ എന്താണ് ബേസിലുണ്ട് അങ്ങനെ തോന്നാനുണ്ടായ കാരണം? ബേസിലങ്കിൾ അത് ഓർക്കുന്നുണ്ടോ? ഇല്ല, ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയില്ല. ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോഴും അതിരടിയുടെ ആൾക്കാരാണ്. പിന്നെ മൊബൈൽ തുറക്കുമ്പോഴും പിന്നെ TV തുറക്കുമ്പോഴും ഈ ഫ്ലോറിലും ഇവരാ. ഇവരാ കൊള്ളാം, ഇവര് നല്ലതല്ലേ? ബേസിൽ ചേട്ടന്റെ ചിരി കണ്ടെന്നല്ല. ഞങ്ങളുടെ ക്ലിനിക്കിലെ കറണ്ട് പോകുമ്പോ ജനറേറ്റർ ഓൺ ആക്കുമ്പോ അങ്ങനത്തെ സൗണ്ടാ. കാണിക്കാവോ? അങ്ങനെ പെട്ടെന്ന് എനിക്ക് അത് ഉള്ളിന്ന് വരണം. അതെ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും തമാശ പറയുമ്പോ ഞാൻ ചിരിക്കാം. ചിരിക്കണം, അപ്പൊ കാണിക്കണം കേട്ടോ. അപ്പൊ ഓർക്കണം കേട്ടോ, ഇനി ചിരിക്കും. ജനറേറ്ററിന്റെ ഓർമ്മ വരും അല്ലേ? ജനറേറ്റർ ഓൺ ആക്കുമ്പോ. നമ്മൾക്ക് ഫിലിം കാണാൻ പോണ്ടേ? അതിരടി കാണാൻ പോണ്ടേ? അതിരടി ഇല്ലേ, ഞങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞു അതിരടി സൂപ്പർ ആയിട്ടുണ്ടെന്ന്. ഞാന് കണ്ടില്ല, ഷൂട്ടൊക്കെ ആയതുകൊണ്ട് ഇനി നാളെ കാണാൻ പോവാൻ നമ്മ വാക്ക് തന്നു. അപ്പൊ എന്തായാലും കണ്ടു, കണ്ടാ എന്തായാലും ഇഷ്ടപ്പെടും. കൊച്ചു പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ലതാണോ ആ ഫിലിം? പിന്നെ ചേട്ടന്റെ അഭിപ്രായം നല്ല പടമാണ്. മോശം പറയൂ. വിനീതങ്ങളെ ചേട്ടൻ വിനീതങ്ങളെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞ ഞാൻ കേൾക്കട്ടെ. വിനീതങ്ങളിൽ എന്തൊക്കെ ടാലന്റാ ഉള്ളേ. മ്യൂസിക് ഡയറക്ടർ, പാട്ട്, പിന്നെ ഫിലിം പ്രൊഡ്യൂസർ, അഭിനയം. ഇത് വിഷ്ണുങ്കളാ. ഇവിടെ ഒരു വിഷ്ണു അങ്കിൾ ഉണ്ട്. ആ വിഷ്ണു അങ്കിള് പറഞ്ഞു ഇവിടെ ഗസ്റ്റ് വിഷ്ണു അങ്കിള് വരാൻ പോകുന്നുണ്ടെന്ന്. RDF ഏതഫ്യൊന്ന് RDX ഇല്ലാത്ത മെയിൻ വില്ലൻ. കരാട്ടെ അറിയാവോ ചേട്ടന്? ഇല്ല, അത്യാവശ്യം വന്നാ പഠിക്കാന്നുള്ളതേ ഉള്ളൂ. അതൊരു പാവം ചേട്ടനാ. എനിക്കും കരാട്ടെ അറിയാം. അറിയാല്ലേ? ഓക്കെ. കരാട്ടെ മാത്രമേ അറിയാവോ? കളരി, കുംഫു? കളരി പഠിക്കാൻ പോവാ. കുംഫു ഞാൻ 1 വർഷം പഠിച്ചു. പിന്നെ ഉഗ്രൻ ഡാൻസ്. സകല കലാവല്ലഭയാണ്. അവള് പാടും, ഡാൻസ് ചെയ്യും, മോഡലിംഗ്, മാർഷൽ ആർട്സ്, ആക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ എന്തിനാ ഇവിടെ വന്നേന്ന് പറയട്ടെ. ഞാനിവിടെ ഡാൻസ് കളിക്കാൻ വന്ന. നിങ്ങള് 3 പേരും സ്റ്റേജിൽ വന്നിട്ട് ഡാൻസ് കളിക്കണം. കിട്ടി. സാധാരണ നമുക്കാണ് പണി കിട്ടാറ്. പിന്നെ കുട്ടികൾ പറഞ്ഞാ ഇല്ലാന്ന് പറയാനും പാടില്ല. അതെ, അത് കറക്റ്റാ അല്ലേ? പോയിന്റ്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്റെ ഒരു കിക്ക് കാണിച്ചാ മതിയോ? സാരില്ല, എന്തായാലും വരണം. അപ്പൊ പോരെ. ഏത് ഡാൻസാ? എന്ത് കൈക്കൂലി തന്നാ ഇതിന്ന് ഒഴിവാക്കും? മറ്റേ പട്ടിഷോ അതിനകത്തെ ഡാൻസ്. അതിനകത്ത് ഞങ്ങളില്ല, അതിനകത്ത് ബേസിൽ അങ്കിള് മാത്രമേ ഡാൻസ് ചെയ്യും. അതല്ല, ചുമ്മാ ഗ്രൂവ് ചെയ്താ മതി. ഇവിടെ വന്നിട്ട് ബാക്കി കാര്യങ്ങള് ബാക്കിയൊക്കെ ടെസ നോക്കിക്കോളും. നിങ്ങൾ ഇവിടെ നിക്ക, ഞാൻ പോയിട്ട് വരാം. കൂടിക്കോ. ഒരു റൂളാണ് അത്. ഫസ്റ്റ് റൂള്, ഞാൻ 2 കണ്ണാടി തരും പ്രോപ്പർട്ടി, അതും വെച്ചാണ് ഡാൻസ് കളിക്കണ്ടേ. കണ്ണാടിയൊക്കെ പിടിച്ചോണ്ട് ആദ്യം ഇങ്ങനെ നോക്കിയോണ്ട്. റൂൾ നമ്പർ 2, എങ്ങാനും സ്റ്റെപ്പ് തെറ്റിപ്പോയാ 7 കണ്ണിട്ട് ആരും അറിയാതെ 7 കണ്ണിട്ട് നോക്കണം. ആരെ നോക്കണം? അത് സ്റ്റെപ്പ് അറിയാവുന്നവരെ നോക്കണം. തെറ്റിപ്പോയ മോളെ നോക്കിയാ പോരെ?
മോക്കല്ലേ സ്റ്റെപ്പ് അറിയുള്ളൂ. അല്ല ഇവർക്കും അറിയാമല്ലോ. ആർക്ക്? അല്ല ചുമ്മാ ഏതെങ്കിലും സ്റ്റെപ്പ്. ആ നമുക്ക് തോന്നുന്നു. അല്ല അപ്പൊ തെറ്റിന്ന് എങ്ങനെ അറിയാം? അല്ല നമ്മള് നമ്മള് നമ്മുടെ സ്റ്റെപ്പാണല്ലോ ഇടുന്നത്. എല്ലാം തെറ്റായിരിക്കുമല്ലോ. നമുക്ക് തോന്നുന്നത് കളിക്കും. അതെ അത്രേ ഉള്ളൂ. വൈബ് ചെയ്താ മതി അതിന്റെ കൂടെ. ശരി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടെസക്കുട്ടിയെ നോക്കിയാൽ മതി അല്ലേ? ഓക്കെ. ഇനി മൂന്നാമത്തെ റൂള്, എങ്ങാനും ബീറ്റ് തെറ്റിപ്പോയാ ഓ. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയിട്ട് പട്ടിഷോ എന്ന് കാണിക്കും. ഓ അപ്പൊ നിങ്ങൾ അത് ശരിയാക്കണം. ഓക്കെ ഓക്കെ. ഞാനിവിടെ നിങ്ങളെ എൻകറേജ് ചെയ്യാം. അതെ മീനൂട്ടാ. ഒരു പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച്. Yes. ആ ശരി. ഓക്കെ, എന്നാ ഡാൻസിലേക്ക് കിടക്കാലോ. തീർച്ചയായും. ഓക്കെ ഓക്കെ. സൂപ്പർ സൂപ്പർ അടിപൊളി. നമ്മളെന്താ ഷോക്കേസിൽ വെച്ചു. പക്ഷെ രസക്കുട്ടി കളക്കി. സൂപ്പർ സൂപ്പർ നന്നായിരുന്നു. ബേസിലങ്ങൾ ചിരിച്ചായിരുന്നോ? ചിരിച്ചു, നല്ലോണം ചിരിച്ചു. പിന്നെ ഞാൻ ചിരിയായിരുന്നു. അത് മാത്രമല്ലായിരുന്നു. ഞാനത് പറയാൻ മറന്നുപോയി. എന്താ ചിരിക്കണമെന്നോ? ജനറേറ്റർ ചെയ്യുന്ന പോലെ ചിരിക്കാൻ പാടില്ലെന്ന്, ആറ്റിറ്റ്യൂഡ് വേണമെന്ന്. കുറച്ച് ആറ്റിറ്റ്യൂഡിൽ ചിരിക്കണമായിരുന്നു. റൂൾ നമ്പർ 4 ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ചിരിയാട്ടോ. അതിപ്പോ ബേസിൽ ആകെ ആശയക്കുഴപ്പത്തിൽ എങ്ങനെ ചിരിക്കണോ? ബേസിൽ റോസ്റ്റ് ആണ് ഇവിടെ. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഡാൻസ്? നന്നായിരുന്നു. ഹാപ്പി അല്ലേ? ഭയങ്കര കോൺഫിഡൻസ്. ഇനിയും ടോപ്പ് സിംഗറിൽ ഇതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇറക്കട്ടെ. മോള് ഇവിടെ പാട്ട് പാടുന്നല്ലേ? അതെ അതെ അതെ. പക്ഷെ ഡാൻസും കളിക്കും അല്ലേ? എല്ലാം അതാ പറഞ്ഞ വൻ കഴിവാ. മോഡലിംഗും ചെയ്യും. മോത്തായി മോയ്ത്തായി മോന്തയോ മോയ്ത്തായി. മോയ്ത്തായി മോയ്ത്തായി അത് പഠിക്കണം നമുക്ക്. സൂപ്പർ ആയിരിക്കും. മാർഷൽ ആർട്ടാണ്. ഇങ്ങനെ പഞ്ചാ. പഞ്ച് ബേസിലെങ്കിലും അറിയാം. അങ്ങനെ പഞ്ച. അതിനകത്ത് കിക്കുണ്ടോ? കിക്കുണ്ട്. അത് കാണിക്കാവോ? കിക്കില്ലേ? കിക്കില്ലാന്ന് റിങ്ങിലേ കാണിക്കുള്ളൂ. എനിക്ക് ഇവിടെ വന്നത് ചെയ്യാനുള്ള. അതെ ഇത് റിങ് പോലെ പ്രൊഫഷണൽ ആയിട്ടേ ചെയ്യുള്ളൂ. അത് കറക്റ്റ് ആയിട്ട് റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം. പ്രൊഫഷണൽ ഫൈറ്റേഴ്സ്. അതിരടിയിൽ അടിയുണ്ടോ? ഉണ്ട്. നല്ല അടിയാ. അങ്ങനെ ഇല്ല, ഞങ്ങളൊക്കെ തന്നെ അടി കൊടുന്നു. അപ്പൊ അതിനൊക്കെയുള്ള അടിയേ ഉള്ളൂ. ഞാനും വിനീതേട്ടനൊക്കെ അടി കൊടുത്തു. ബേസിക്കലി അതിരടി ഒരു ആക്ഷൻ സിനിമയാണ്. പക്ഷെ ഞങ്ങളാണ് അതിലെ ആക്ഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു കോമഡി സിനിമയാണ്. അപ്പൊ റിയയുടെ കാര്യം കൂടെ പറയാമോ? റിയ ഇതില് സ്വാതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഡെലൂലു കഴിഞ്ഞിട്ട് ചെയ്യുന്ന, സർവമായ കഴിഞ്ഞിട്ട് ചെയ്യുന്ന ആദ്യത്തെ സിനിമ. അപ്പൊ ആ സിനിമയുടെ ഷൂട്ടിന്റെ ഞങ്ങളുടെ ഷൂട്ടിന്റെ ഇടയിൽ ആ സിനിമ ഇറങ്ങുന്നത് ആക്ച്വലി. അപ്പൊ ആ സിനിമ കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമ ആക്ച്വലി ഇത് സിനിമയാണ്. അപ്പൊ ഇതിലും മെയിൻ ഫീമെയിൽ ലീഡ് ക്യാരക്ടറാണ് ആക്ച്വലി റിയ ചെയ്യുന്ന ക്യാരക്ടർ. അപ്പൊ എന്റെ ക്യാരക്ടർ, വിനീതന്റെ ക്യാരക്ടർ, ടൊവിയുടെ ക്യാരക്ടർ, ഷാനിക്കയുടെ ക്യാരക്ടർ. ഫീമെയിൽ ലീഡായിട്ട് റിയ ഉണ്ട്, പിന്നെ ദർശനയുണ്ട്, സെറിൻ ഷിഹാബ് ഉണ്ട്. അങ്ങനെ 3 ഫീമെയിൽ
ക്യാരക്ടേഴ്സും ഉണ്ട്, മെയിൻ ലീഡ് ക്യാരക്ടേഴ്സ്. അതിൽ ഏറ്റവും ലീഡ് ക്യാരക്ടറാണ് റിയയുടെ ക്യാരക്ടർ. സ്വാതി ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിട്ട് തന്നെ. ഈ സ്വാതി ചേച്ചീനില്ലേ ചേട്ടൻ മസില് കാണിച്ചില്ലേ, എന്നിട്ട് ഇവിടെ എന്തോ ഇങ്ങനെ പൊങ്ങുന്ന പോലെ ഇല്ലേ, ഒന്ന് കാണിച്ചു തരാമോ? ഇപ്പൊ ടെസ്സക്കുട്ടി പോയിട്ട് നാളെ വരുമ്പോഴത്തേക്കും വർക്കൗട്ട് ചെയ്തില്ല. ഒരു ആഗ്രഹത്തിന് ഒന്ന് കാണിച്ച അവള് പൊക്കോളും. ഇന്ന് മസിൽ ഉറങ്ങാനല്ലേ? പെട്ടെന്ന് പ്ലീസ്. ഇന്ന് മസിലിന് മസില് റെസ്റ്റിലാണ്. ഒരു ആഗ്രഹത്തിന് ഒന്ന് കാണിക്കും ബേസിലേട്ടാ. അപ്പൊ താങ്ക് യു ടെസ്സക്കുട്ട. ടാറ്റ. ടാറ്റാ. See you. ബൈ.